ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലെ നിരവധിയായിട്ടുള്ള സർപ്രൈസുകളും ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തരുന്നുവെങ്കിൽ 100 വാർഡിലേക്കും കൃത്യമായിട്ട് കൊടുക്കാനുള്ള സാധനം തരിക. 101 മീൻസ് 101. അപ്പോൾ ഇത് നമുക്ക് അർഹതപ്പെട്ട പാവങ്ങളുടെ കരങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അത് നമ്മൾ പുറത്തു പോയി ഒരു ബ്ലഡ് പ്രഷർ നോക്കണമെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഷുഗർ നോക്കണമെങ്കിലും ഒക്കെ തന്നെ നല്ല കാശ് കൊടുത്തിട്ട് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അഥവാ അത്യാവശ്യമൊക്കെ ബഹിഷ്കരിച്ച് കഴിഞ്ഞാലും കുറച്ച് നമുക്ക് എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് കാണാം. സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവങ്ങളെ സഹായിക്കാൻ ഒരു കൈത്താങ്ങായി DP ഒന്നുമില്ല. മറ്റേ പൊക്കാരെ ആ സമയത്താണ് നോക്കിയത്. എല്ലാം വളരെ നോർമലായിരുന്നു. വാർഡ് കൗൺസിലർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം നേരിട്ട് കൗൺസിലർമാർക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവങ്ങളെ സഹായിക്കാൻ ഒരു കൈത്താങ്ങായി ഒരു കമ്പനി അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പാലക്കാട് നാദം ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ആ കമ്പനി ഈ കാര്യങ്ങൾ നമുക്കായിട്ട് സമർപ്പിക്കും. നമുക്കതിൽ ചെയ്യാൻ സാധിക്കുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ട സാധനം ഇതിനകത്തുണ്ട്. BP ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. ഏകദേശം 24ഓളം കുടുംബങ്ങൾക്ക് ഇത് കൊടുക്കുവാൻ സാധിക്കും. അതൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അർഹതപ്പെട്ട പാവങ്ങളുടെ കരങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ആ ദൗത്യം പൂർത്തിയാക്കാൻ നമ്മളെല്ലാവരും ഒരേപോലെ ശ്രമിക്കണം. ഇത് കൊണ്ടുപോകാൻ വാഹനം കൂടി വേണമെന്ന് ഇവിടെ ചില കൗൺസിലർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മേയറുടെ പരിഗണനയ്ക്ക് വിട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഏറ്റവും നല്ല കൂടുതൽ വർത്തമാനം പറഞ്ഞ് ഇതിൻ്റെ സൗന്ദര്യം കളയുന്നില്ല. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് എൻ്റെ വാർഡിൽ തന്നെയുള്ള ശ്രീ ബാലൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സജീവമായിട്ടുള്ള ഒരു പ്രവർത്തകനാണ് ഈ കമ്പനിയുടെ ഈ കാര്യം പരിചയപ്പെടുത്തിയത്. ബാലചന്ദ്രൻ. ആ ബാലചന്ദ്രൻ ഞങ്ങൾ ബാല എന്ന് വിളിച്ച് ശീലിച്ചു പോയി. ബാലചന്ദ്രനാണ് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ അവിടെ ശ്രീ അരുണും എൻ്റെ വാർഡിൽ താമസിക്കുന്ന ആളാണ്. അദ്ദേഹം മറ്റ് ബന്ധപ്പെട്ടപ്പോഴാണ് ഇങ്ങനെയാണ് ഈ സംരംഭം. അപ്പോൾ അത് ഒരു കാര്യം കിട്ടിയാൽ അത് 101 പേർക്കും കൊടുക്കണം എന്ന ബഹുമാനപ്പെട്ട മേയർ നമ്മളെ പഠിപ്പിച്ച ആ രീതി തന്നെ തുടരട്ടെ എന്ന് വെച്ചുകൊണ്ട് 101 വാർഡിലേക്കും ഇതെത്തണം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഇങ്ങനെ പരിപാടി പ്ലാൻ ചെയ്തത്. ഇതല്ല നമുക്ക് വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് നമ്മുടെ കുറേ ആളുകൾക്ക് വേണമെങ്കിൽ മാത്രം കൊടുക്കുന്ന സംവിധാനവും ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. വരാൻ പോകുന്ന 5 വർഷവും നമുക്ക് ഒരു മുട്ടായി കിട്ടിയാൽ അത് 101 വീതം വയ്ക്കുക എന്നുള്ളതാണ് മേയർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ തുടരാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത് കൂടുതൽ വർത്തമാനം പറഞ്ഞ് ഇതിൻ്റെ സൗന്ദര്യം കളയുന്നില്ല. ഏറെ ആദരവോടുകൂടി ഈ സംരംഭം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട മേയറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. എല്ലാവർക്കും നമസ്കാരം. ഗോവിന്ദേട്ടൻ്റെ കൂടെ വർഷങ്ങളായി ഒരുമിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ അടുത്ത സുഹൃത്തായിട്ടുള്ള ശ്രീ ബാലേന്ദ്രൻ ഈ നാദം ഫൗണ്ടേഷൻസ് അതുപോലെ തന്നെ നമ്മുടെ ഈ പിയർലെസ് ബയോടെക് കമ്പനിയായിട്ടൊക്കെ ചേർന്ന് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇത് മെഡിക്കൽ ഫീൽഡിലാണെന്ന് എനിക്കറിയാം, കമ്പനി ഇതാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ MROമായിട്ട് സംസാരിച്ച സമയത്താണ് ഇങ്ങനെ ഒരു ആശയം വരികയും ഹെൽത്ത് ചെയർമാൻ എന്നോട് ഇത് പങ്കുവയ്ക്കുകയും നമ്മുടെ 101 വാർഡിലേക്കും ഇങ്ങനെ നമുക്കൊരു സഹായം ചെയ്യാം എന്ന് പറയുകയും ചെയ്തു. ആ ബാലേന്ദ്രനോട് അടുത്തിരിപ്പുണ്ട്. പേര് പറഞ്ഞപ്പോഴും എല്ലാവർക്കും പിന്നെ പറയുകയും ചെയ്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു 101 വാർഡിലേക്ക് ഇത്രത്തോളം എക്യുപ്മെൻറ്റ്സ് കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അത് ഞാൻ ചോദിച്ചത് കൗൺസിലർമാർക്ക് ഓരോന്നാണോ കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. എന്താ നോക്കിക്കളയരുത്. ഇപ്പോൾ നോക്കിക്കളെ ഞാൻ വിചാരിച്ച ആദ്യം ഒരു കൗൺസിലറിന് അവർക്ക് സ്വന്തമായിട്ട് ഒരെണ്ണമാണ് കൂടെ. അല്ലപ്പോഴാണ് MR ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞത് അല്ല മിനിമം ഒരു 25 എണ്ണമെങ്കിലും അല്ലേ, ഒരു 25 എണ്ണമെങ്കിലും ഒരു വാർഡിൽ കൊടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പം നമ്മളപ്പം തന്നെ ഒരു ചർച്ചയില്ല, 101 പേർക്കും കിട്ടുമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനനുസരിച്ച് ആലോചിക്കാം. അപ്പോൾ 101 സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസം കൗൺസിലായതുകൊണ്ട് ഏറെക്കുറെ എല്ലാവരും ഇവിടെ വരുമെന്നും അഥവാ അത്യാവശ്യമൊക്കെ ബഹിഷ്കരിച്ച് കഴിഞ്ഞാലും
കുറച്ച് നമുക്ക് എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് കാണാം എന്നൊക്കെയുള്ള കാര്യം. ഇതിനു വേണ്ടി മാത്രം വിളിക്കുന്നതിൻ്റെ ഒരു വിഷമമുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്ന് തന്നെ വച്ചത്. അല്ലെങ്കിൽ പിന്നെ ഇലക്ഷൻ ഇടയ്ക്ക് എല്ലാവരെയും വീണ്ടും വിളിച്ചു വരുത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സന്തോഷമുണ്ട്. ഞാനിത് ആദ്യ ദിവസം തന്നെ ഞങ്ങൾ അവിടെ കൊണ്ട് നമ്മുടെ എച്ച് തന്നെ എൻ്റെ BP ആണ് ആദ്യം നോക്കിക്കൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. അപ്പോൾ നല്ല ഐശ്വര്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ BP ഒന്നുമില്ല, പാറ്റിയാൽ പൊക്കാരെ ആ സമയത്താണ് നോക്കിയത്. എല്ലാം വളരെ നോർമലായിരുന്നു. എല്ലാം അതിൻ്റെ തലേദിവസമാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തത്. എച്ചോ നമ്മുടെ എച്ചോ കിട്ടി ഉടക്കി എന്നെ പൊട്ടിച്ചിട്ട് എൻ്റെ ദേഹത്ത് തന്നെ ഇത് ആദ്യം വെച്ചു. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ വാർഡിലാകുമ്പം ഏറ്റവും ആപ്റ്റ് ആൾക്കാർ ഇത് കൊടുക്കേണ്ട ആരാണ് നമുക്ക് തന്നെയാണ് ഏറ്റവും അറിയാമെന്നുള്ളത്. ആ വാർഡിലുള്ള കൗൺസിലർക്ക് തന്നെയാണ് അർഹരാരാണെന്ന് കൗൺസിലർമാർക്ക് തന്നെയാണ് അറിയാമെന്നുള്ളത്. തീർച്ചയായിട്ടും കൊടുക്കുക. ഇതുപോലെ തന്നെ ചില കമ്പനികൾ ചില ഓഫറുകൾ കൂടെ നമുക്ക് തരുന്നുണ്ട്. നമ്മൾ വച്ചിട്ടുള്ള ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, തരുന്നുവെങ്കിൽ 100 വാർഡിലേക്കും കൃത്യമായിട്ട് കൊടുക്കാനുള്ള സാധനം തരിക. 101 വാർഡിലേക്കും കൊടുക്കാൻ വേണ്ടിയുള്ളത് തന്നു കഴിഞ്ഞാൽ സന്തോഷകരമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കിട്ടുന്ന മുറയ്ക്ക് ഇനിയും നമുക്ക് സഹായങ്ങൾ ഉണ്ടാകും എന്ന് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പറയുന്നു. നന്ദി, നമസ്കാരം. ശ്രീമതി റസിയെ വിളിക്കും. നമസ്കാരം. ഇവിടെ ഈ ഒരു ഗ്ലൂക്കോമീറ്ററും അതുപോലെ ബ്ലഡ് പ്രഷർ മോണിറ്ററും ഈ ഒരു ഇത് കൊടുക്കുന്നതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചു എല്ലാവരും തന്നെ. കുറച്ച് വൈകിപ്പോയി, വേറൊരു പരിപാടിയുടെ ഭാഗമായി വേറൊരു സ്കൂളിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് കുറച്ച് വൈകിയത്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. കാരണം നമ്മുടെ ബഡ്ജറ്റ് പ്രഖ്യാപനം വന്ന ശേഷം നമുക്കറിയാം നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകളെല്ലാം തന്നെ നമ്മൾ വെച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പ്രോജക്ട്സ് ആയതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മുടെ ഈ പ്രോജക്റ്റിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് ആൾ ഇപ്പോഴത്തെ ഇതുപോലെ CSR ഫണ്ടുമായി സാർ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ CSR പ്രോജക്ട്സ് നിരവധി ആളുകൾ പല പ്രോജക്ട്സും നമ്മുടെ മേയറെ സമീപിക്കുന്നുണ്ട്. കാരണം ഇങ്ങോട്ട് വന്ന് നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞ് നിരവധിയായിട്ടുള്ള ബാങ്ക്സ് ആയാലും ഒക്കെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞ് നമ്മൾ സമീപിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷം സർ. കാരണം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് തന്നെ ഒരു വീട്ടിൽ തന്നെ ഇപ്പോൾ ഡയബറ്റീസും ബ്ലഡ് പ്രഷറും ഒക്കെ നിരവധിയായിട്ടുള്ള രോഗികളുണ്ട്. കാരണം ഇത് പുറത്തു പോയി അത് നമ്മൾ പുറത്തു പോയി ഒരു ബ്ലഡ് പ്രഷർ നോക്കണമെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഷുഗർ നോക്കണമെങ്കിലും ഒക്കെ തന്നെ നല്ല കാശ് കൊടുത്തിട്ട് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫാസ്റ്റിംഗ് ആയാലും അല്ലാതൊക്കെ തന്നെ നോക്കുമ്പോൾ നല്ല കാശ് വാങ്ങുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത് തന്നെ നമ്മുടെയൊക്കെ ഒരു വാർഡിൽ 25 പേർക്ക് കൊടുക്കാൻ സാധിച്ചിരുന്നു. അതിപ്പോൾ നമ്മളിപ്പോൾ ആളുകളെ തന്നെ കൊടുക്കണം എന്നല്ല, നമുക്ക് ലൈബ്രറി കൊടുക്കാം, നമുക്ക് അംഗൻവാടികളിൽ കൊടുക്കാം, ഒക്കെ തന്നെ കൊടുക്കാൻ തന്നെ ആ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ വന്നിട്ട് ഇത് പരിശോധിക്കാം, അതിൻ്റെയൊക്കെ ഭാഗമാകാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഫണ്ട്, കാരണം ഈ CSR ഫണ്ട് ഒരു കമ്പനിയുടെ തന്നെ ഒരു അത് എന്താ പറയുക ലാഭത്തിന്റെ ഇത്ര ശതമാനം CSR ഫണ്ട് വിനിയോഗിക്കണമെന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിനിയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും വളരെയധികം, പ്രത്യേകിച്ച് ജനപ്രതിനിധികളായിട്ട് നമുക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇനിയും സാർ നേരത്തെ സൂചിപ്പിച്ചു ഇതുപോലെയുള്ള നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്യുന്നതിന് സാറിനും അതുപോലെ തന്നെ സാറിന്റെ കമ്പനിക്കും താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം സാർ. തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അങ്ങയുടെ കമ്പനിക്കുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നമുക്ക് ഇനിയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. തിരിച്ചും അങ്ങോട്ടും അതുപോലെ തന്നെ സാറിനും പ്രതീക്ഷിക്കാമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും തീർച്ചയായിട്ടും നേരത്തെ നമ്മുടെ മേയർ സൂചിപ്പിച്ച് കാണാം ഇതുപോലെയുള്ള നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള സർപ്രൈസുകളും ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഈ പ്രോഡക്റ്റ് ഇന്നലെയാണ് ഇവിടെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്ത് എത്തിയത്. ഇന്നലെ തന്നെ അവർ 101 വാർഡുകളിലേക്കുള്ള പാക്കിംഗ് കംപ്ലീറ്റ് ചെയ്തു. സോ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് വെൽനസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.
സോ ഇനിയും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും, എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റ്, അത് മേയറും സാറും പറഞ്ഞ കണക്ക് തന്നെ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുക. BP മീറ്റർ ഉണ്ട്, ഗ്ലൂക്കോമീറ്റർ ഉണ്ട്, അതിൻ്റെ കൂടെ 100 സ്ട്രിപ്പുകൾ ഉണ്ട്. സ്ട്രിപ്പും ആ ഗ്ലൂക്കോമീറ്ററിൽ 10 സ്ട്രിപ്പ് ഉണ്ട്, അതല്ലാതെ 100 സ്ട്രിപ്പും ഉണ്ട്. സോ നിങ്ങളിത് അർഹതപ്പെട്ടവരിൽ എത്തിക്കുക. തീർച്ചയായിട്ടും ഇനിയും കമ്പനിയുടെ CSR ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് ഈ നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ആരും തന്നെ സംസാരിക്കുന്നില്ല എന്ന് ചെയർമാന്മാരെല്ലാം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബോക്സിൽ നമ്മുടെ വാർഡിൻ്റെ പേരും വാർഡ് നമ്പറും എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രമോദ്, എൻ്റെ ഓഫീസിലെ പ്രമോദ് അത് ഒപ്പിട്ട് കൊടുക്കണം. നിങ്ങൾ കൈപ്പറ്റുന്നതായിട്ട് ഒപ്പിട്ട് കൊടുക്കണം. ഒരു ബോക്സ് എടുക്കാം, നമുക്ക് സ്ഥലം വിടാം. അപ്പോൾ വാർഡിൻ്റെ പേര് ഒട്ടിച്ചിട്ടുള്ളത് കൊണ്ട് അത് സെലക്ട് ചെയ്തിട്ട് പോകണം. അതോടൊപ്പം തന്നെ ഒപ്പിട്ട് കൊടുക്കുകയും വേണം. അപ്പോൾ ഓരോ വാർഡിൻ്റെ പേര് വിളിക്കുമ്പോൾ ചെന്ന് വാങ്ങിച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യം നടക്കും.